ഞാൻ ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോകാനായില്ല. അതുകൊണ്ട് അച്ഛൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നു കേട്ടോ, മാക്രോണി. അപ്പോൾ പിന്നെ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ച. ഇന്ന് ഞാനില്ല കേട്ടോ ഉണ്ടാക്കുന്ന, അച്ഛൻ്റെ വകയായിരുന്നു കേട്ടോ ഇന്ന് കുക്കിംഗ് അല്ല. അപ്പോൾ അതിനായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കഴുകി വെച്ച മാക്രോണി നമ്മൾ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അല്ലാതെ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കുക്കറിലിട്ട് വേവിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്കുള്ള മസാല റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് പഴുത്ത് വരുമ്പോൾ നമ്മൾ അതിലോട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് സവോള ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് അച്ഛൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അച്ഛൻ കുക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അച്ഛനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, വീഡിയോയിൽ അച്ഛനെ കാണിക്കരുതെന്ന്. അങ്ങനെ ആ ചിട്ടകളൊക്കെ പാലിച്ചിട്ടാട്ടോ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അച്ഛൻ തക്കാളി കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് റെഡിയായി വന്നപ്പോഴേക്കും മാക്രോണി അവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ വേവിച്ചിരി അധികമായിട്ട് കുഴഞ്ഞു പോയ പോലെ കേട്ടോ തോന്നിയത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ഞാൻ അച്ഛൻ്റെ ബാക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു കേട്ടോ. ഇത് അച്ഛൻ കണ്ട എന്തായിരിക്കും അവസ്ഥ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ നമ്മൾ മസാലയൊക്കെ കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് മുട്ടയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഇതിലോട്ട് ഒരു 7-8 മുട്ടയാണ് കേട്ടോ ഒഴിക്കുന്നത്. എന്നാലല്ലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അച്ഛൻ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇളക്കുന്നത് കാണാൻ. ഇതൊരു ക്ഷമ കടത്തുന്ന പരിപാടി തന്നെയാണ് കേട്ടോ. ഇതൊന്ന് വെന്ത് കിട്ടണ്ടേ. അങ്ങനെ അതൊന്ന് വെന്ത് വന്നപ്പോൾ അച്ഛൻ അതിലോട്ട് മാക്രോൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അധികം വെന്തിട്ടില്ല, കാരണം ഇതും കൂടെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും. പിന്നെ അച്ഛൻ കുക്ക് ചെയ്യുന്ന എല്ലാ സാധനവും അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, എല്ലാം അടിപൊളിയായിരിക്കും. അങ്ങനെ നന്നായിട്ട് ഇളക്കി മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ ഒരു 15-20 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാൻ എടുത്തു കേട്ടോ. കാരണം ഇതൊന്ന് മിക്സാക്കി വീഴും കൂടെ വേണ്ടേ. ലേശം ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതായിട്ട് അച്ഛൻ പോയപ്പോഴേക്കും അടുക്കള നിറച്ച ആളായിട്ടോ. കാരണം എന്താ, ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും വന്നിരിക്കുക. പിന്നെ ഞാനും അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നതിന് ഞാനും ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടോ. എന്താ പറയുക, അടിപൊളിയാണ്. പിന്നെ ആർക്കും ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല, നേരെ അത് സെർവ് ചെയ്തിട്ട് എല്ലാവരും കഴിക്കാൻ തുടങ്ങി. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ടാട്ടോ ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചാൽ. ബാക്കി നാളെ.